അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവെ,
അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ജോഷുവയും വിപ്രവാസ സമൂഹവും വാഗ്ദാന നാട് പ്രവേശിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അതിമനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. അവിടെ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിലെ ഒഴുകുന്ന ഒരു നദി ജോർദാനാണ്. ജോർദാൻ നദിയുടെ പശ്ചാത്തലത്തിലാണ് വാഗ്ദാന നാട് പ്രവേശിക്കുന്നത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. എന്താണെന്നറിയാമോ? ജോർദാൻ നദി എങ്ങനെയാണ്? കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകയായിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കൊയ്ത്തുകാലമാണ്, ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അത് രസം എന്ന് വെച്ചാൽ ഈ ഒരു പ്രതീകം ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ ഉടനീളമുണ്ട്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞ എന്താണ്? അതും ഈ വിപ്രവാസികൾ വാഗ്ദാനം പ്രാപിക്കുന്ന പോംവഴികളാണ്. എന്താണ്? മെശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുക ആവശ്യമായിരുന്നില്ല. ഈ വചനത്തിൻ്റെ കൂടെ ജോർദാൻ വറ്റിച്ച് കടന്നു പോകുന്ന വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന ആ ചരിത്ര മുഹൂർത്തമാണ് നിത്യരക്ഷക ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? മെശിഹ ഇതെല്ലാം സഹിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക ആവശ്യമായിരുന്നില്ല. അപ്പോൾ സഹനത്തിൻ്റെ ജോർദാൻ കടന്നാണ്. പക്ഷെ സഹനത്തിൻ്റെ ജോർദാൻ കടക്കുമ്പോഴേ ഈ ഏത് കരകവിഞ്ഞൊഴുകുന്ന ജലത്തെയും നിശ്ചലമാക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതെന്താണ്? വാഗ്ദാന പേടകം വഹിച്ച ജോർദാൻ കടന്നുപോയ പുരോഹിതന്മാരുടെ തോളിലിരുന്ന വാഗ്ദാന പേടകമാണ്. ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പിന്നെ ജോഷുവ എല്ലാം മോസസ് പറഞ്ഞത്. ഇവർ വാഗ്ദാന പേടകം ചുമക്കുന്നവരും ഇവർ വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നവരുമാണ്. ഇവർ ഡെയിലി ബേജസുകാരല്ലെന്നാണ് മോസസ് പറഞ്ഞത്. അഹ്റോൻ, നിനക്ക് ഇസ്രയേലിൽ അവകാശമില്ല, കർത്താവിനെ ചുമക്കുന്നവന് കർത്താവ് തന്നെയാണ് അവകാശം എന്നൊക്കെ പറയണില്ലേ. അതാണ് സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ലബന ഉടമ്പടിയായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് കർത്താവായിരിക്കും ഇവിടെ അവകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് എന്താ പറയണത്? സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണം. സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണത് അത് വറ്റിക്കണത് എങ്ങനെയാണ്?
നീ 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 സമുദ്രത്തിലൂടെ നടക്കും, നീ നദിയിലൂടെ നടക്കും, നദി നിന്നെ വിഴുങ്ങത്തില്ല. ഏശയ്യ 43:2. ഏശയ്യ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് വരുന്ന വിഷയമേ, നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ല. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണത്. ഞാനെന്ന് പറയുന്നത് ആരാണ്? വാഗ്ദാന പേടകമായ പഴയ, അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൻ്റെ ഓരോ താളുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ടും ഒരു സഹനത്തിന് നദി കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനെ ചുമന്നുകൊണ്ട് നടന്ന് അത് വറ്റിച്ച് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടതും ഇതെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക്ഡാണ്. ലൂക്ക 24:26. ഇത് 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ എൻ്റെ അർത്ഥം, മിശിഹ ഇത് സഹിച്ച് കൊയ്ത്തുകാലമായിരുന്നാൽ യോർദാൻ കരകവിഞ്ഞൊഴുകി, പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ എൻ്റെ കാലുകൾ നദിയിൽ ചവിട്ടിയപ്പോഴും യോർദാനം വറ്റി. അവർ സഹനത്തിന് നദിയുടെ അക്കരയ്ക്ക് വാഗ്ദാന നാട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പെസഹായുടെ ഒരു നിഴൽ രൂപങ്ങൾ ഇങ്ങനെ മുഴുവൻ, പെസഹ നിഴലില്ലാത്ത, വാട്ടർമാർക്കില്ലാത്ത ബൈബിൾ ഒരു പേജ് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ അവസാന ഈശോ പറയലേ എല്ലാം പൂർത്തിയായെന്ന്. അത് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബൈബിൾ അറിയാവുന്നതിന് കണ്ണ് നിറയും. കാര്യം എന്തൊക്കെയാണ് പൂർത്തിയായെന്നറിയാമല്ലോ. പഴയ ബൈബിളിൻ്റെ ഓരോ പേജുകളിലും പെസഹായുടെ വാട്ടർമാർക്ക്, ജലമുദ്ര കിടപ്പുണ്ട്. എല്ലാം എഴുതപ്പെട്ടിരിക്കണത് എന്തിനാ? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയും അതിൻ്റെ പരിപൂർണമായ വിജയമാകുന്ന സ്വർഗ്ഗ ജസേമിലേക്ക് മനുഷ്യരാശിയുടെ കൂടെ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ മർമ്മപ്രധാനത്തെ ഭാഗമാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിന് 5 മിനിറ്റ് മുമ്പ് ഈശോ പറയും, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. Every page, wherever it is stated that Jesus is the Redeemer, it is accomplished. എവിടെയാണ് കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ നാടക രൂപങ്ങൾ, അതിൻ്റെ കഥാരൂപങ്ങൾ, അതിൻ്റെ കവിതാ പ്രേരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ ഉപന്യാസങ്ങൾ, എല്ലാം ഇതെല്ലാം തന്നെയല്ലേ ബൈബിള്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? രക്ഷ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലെല്ലാം കുരിശിൻ്റെ വഴിയും നഗരി കാണിക്കലും. ഒരു വായനയുടെ അപ്പുറത്ത്, അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് സഭയിൽ നഗരി കാണിക്കലും അതുപോലെ തന്നെ കാല് കഴുകലും അപ്പം അന്ത്യത്താഴ ബലിയും ഇതെല്ലാം ഒരു സിംഗിൾ ഫങ്ഷനാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒറ്റ വാക്കിലാണ്, ഇറ്റ് ഈസ് അക്ലംപിസ്റ്റ്. ഇത് മാത്രമല്ല സിംഗിൾ ഫങ്ഷൻ. ബൈബിൾ ഇത് ആരംഭിച്ചത് തൊട്ട് അവസാനം വരെ എല്ലാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവകാര്യങ്ങളൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു രഹസ്യം, ദൈവിക രഹസ്യം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ ലയിച്ച്, ദൈവത്തിൻ്റെ കൂടെ ഹൃദയത്തെ ആന്തരികമായ ഒരു അഭിഷേക ആനന്ദം അനുഭവിക്കുന്ന രീതിയിൽ വേണം ഈ കാണിക്കുന്ന നിശബ്ദത കീപ്പ് ചെയ്യാൻ. തീർത്ഥാടനങ്ങൾക്ക് പോകണമല്ല. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ഒറ്റ മിനിസ്ട്രി പോലെ ഇത് വലിയ ബുധനാഴ്ച തൊട്ട് വലിയ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എല്ലാ ശുശ്രൂഷയും കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം. ചിലർ ദീർഘദൂര കുരിശിൻ്റെ വഴികൾ നടത്തും. എന്നിട്ട് ഇടവകയിലെ ശുശ്രൂഷകൾ അത്ര വലിയ കാര്യമാക്കത്തില്ല. അത് ഒരു മരമണ്ടത്തരമാണ്. കുരിശിൻ്റെ വഴികളും ആരാധനാക്രമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സഭയുടെ ആരാധനാക്രമം
എക്സ്ട്രാ ആയിട്ട് ഇടക്ക് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലിറ്റർജി അല്ല, ഒരു പാരൽ ലിറ്റർജിയാണ്. അത് ചെയ്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലെ ശുശ്രൂഷകളെ, പാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്ന ശുശ്രൂഷകളെ നിങ്ങളൊരിക്കലും ചെറുതായിട്ട് കാണുകയോ, ഇതെന്ത് ഞങ്ങളിങ്ങനെ മല കയറി പോയപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞ് ഇതെന്തെന്ന് പറയാം. അങ്ങനെയല്ല. നിങ്ങൾ കഴിച്ച സഹനങ്ങളല്ല, നടപ്പല്ല പ്രശ്നം. വിശ്വാസത്തിന് മഹാരഹസ്യം അടയാളം അനുഷ്ഠിക്കുമ്പോൾ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ആത്മബന്ധമാണ് പ്രശ്നം, ആത്മൈക്യം. അപ്പം നല്ല ഒരു പെസക നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അൾത്താരയിൽ ഞങ്ങളെ സാക്ഷിയാക്കിയതിന് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ജോൺസൺ, എടക്കുന്ന് സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 മെയ് 9 അന്ന് ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ മുന്നിൽ ഇതെൻ്റെ മകള് ആൽഫിയ ജോൺസൺ. അവൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ ഈശോയുടെ മുന്നിൽ വെച്ചിരുന്ന കാര്യം എൻ്റെ മക്കൾ ഈശോയിൽ വളർന്ന് നല്ല ദൈവാനുഗ്രഹമുള്ള മക്കളായിട്ട് വളരണേ എന്നായിരുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി ഞാൻ വെച്ചിരുന്ന കാര്യം ഞങ്ങളുടെ പാർട്ടീഷനെ പറ്റിയായിരുന്നു. ഞങ്ങൾ 8 വർഷമായിട്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞെങ്കിലും അത് ഞങ്ങൾക്ക് എന്താ ചെയ്ത് നടത്താൻ പറ്റണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം ഞങ്ങളുടെ അളവ് നടന്നു, പക്ഷേ ഒരിക്കലും അത് രജിസ്ട്രേഷനിലേക്ക് എത്തിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ മാതാവിൻ്റെ ഒരു പത്രം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടുകയും ഞാനത് ആദ്യത്തെ ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കത് കൊടുക്കണം കണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് അത് കിട്ടുകയും ഞാനത് വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസമൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ഇങ്ങനെ 2 കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത് നടക്കണേൻ്റെ 8 വർഷമായിട്ട് നടക്കാണ്ടിരുന്ന ആ ഉടമ്പടി ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാർട്ടീഷൻ നടക്കുകയും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വലിയ ഒരു വിഷമമായിട്ട് നിന്നിരുന്ന ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു കിട്ടി. അതിനുവേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പും തേനൊക്കെ മേടിച്ചുകൊണ്ട് പോയി അമ്മച്ചിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്തും വീട്ടിലൊക്കെ ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തൈലം കൊണ്ടുപോയി ഞങ്ങളെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നാണ് പ്രാർത്ഥന ചെല്ലുക. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വിശ്വാസ പ്രമാണം ദിവസവും ഞങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീടായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരു കൊച്ചു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വീട് ഞങ്ങൾക്ക് നല്ലത് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞങ്ങളതിനു വേണ്ടി പലപ്പോഴും പരിശ്രമിക്കേണ്ടെങ്കിലും ഞങ്ങൾക്കത് തുടങ്ങാനോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റണ്ടായിരുന്നില്ല. ഞങ്ങൾ പലയിടത്തും സ്ഥലങ്ങൾ പോയി കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കേണ്ടായിരുന്നില്ല. അങ്ങനെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു അത് അന്ന് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചത് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ അത് ആലോചിച്ച് മെയ് മാസത്തിൽ തന്നെ ഞങ്ങളുടെ വീടിന് കല്ലിടാൻ ഞങ്ങൾക്ക് പറ്റി. അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ വീടിന് കല്ലിട്ടു. മെയ് മാസത്തിൽ കല്ലിട്ട വീട് ജനുവരി 16 ആയപ്പോഴത്തേനും ഞങ്ങളുടെ വീട് താമസമായിരുന്നു ജനുവരി 16. അതിന് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാ ദിവസവും പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആ മുറികളുടെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലും, എത്രയും നല്ല മാതാവ് ചൊല്ലും. മാതാവിനോടും ഔസപിതാവിനോടും ഈ വീടിൻ്റെ മധ്യസ്ഥരായിട്ട് ഈ വീടിൻ്റെ കാവൽക്കാരായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെയാണ് ഞങ്ങളുടെ വീട് പണി അത്രയും ഭംഗിയായിട്ട് നടന്നത്. ആ വീട് പണി നടന്നപ്പോൾ ഞാൻ മോനോട് പറയും, സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയിരുന്നത് മോനാണ്. അപ്പോൾ അവനെ ഓരോ കടയിലും പോയി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ച് വരുമ്പോൾ ഞാൻ പറയും, മോനെ വീടിൻ്റെ ബാക്കി ഭാഗമൊക്കെ എങ്ങനെയായിരുന്നാലും മമ്മിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മമ്മിക്ക് നിർബന്ധമുണ്ട്, നമ്മുടെ വീടിൻ്റെ രൂപക്കൂടി ഇരിക്കുന്ന അൾത്താരയുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ടുള്ളത് മമ്മിക്ക് വേണം. അവിടെയാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം ഏറ്റവും സുന്ദരമായിട്ടിരിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വെഞ്ചിരിപ്പിന് വന്ന എല്ലാവരും ആ വീടിൻ്റെ അൾത്താര കണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് അത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാനും, അതുപോലെ വീട് ആരാ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നേന്ന് ഞങ്ങളോട് ചോദിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. കുറേ പേര് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാനൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ സുന്ദരമായ ഒരു വീട് ഞങ്ങളുടെ ഈശോ തരാനായിട്ട് ഇടയായി. അത് ഞങ്ങൾ അമ്മോടും ഈശോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ കിട്ടിയതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അത്രയും പറ്റാതെ കിടന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് 15 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. ഞങ്ങൾ ഉടമ്പടി വെച്ച് ഉടനെ എന്ന് പറഞ്ഞോണം ഞങ്ങൾക്കിത് ചെയ്ത് കിട്ടാനായിട്ട് ഇടയായത്. അതുപോലെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ റേഷൻ കടയിൽ ജോലി ചെയ്യണ ഒരാളാണ്. അപ്പോൾ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അലർജിയും ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഡോക്ടറെ പോയി കാണും, മരുന്ന് കഴിക്കും. മരുന്ന് എന്ന് നിർത്തണോ അപ്പം തന്നെ എന്ന് പറഞ്ഞോണം അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിക്കേണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല. 5 വർഷമായിട്ട് എനിക്കിത് ഞാൻ കൊണ്ടു നടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. രാത്രിയൊക്കെ ഞാൻ എനിക്ക് നടന്നൊക്കെ നേരം വെളുപ്പിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് നടക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറയും, മാതാവേ എന്നെ കാക്കണോട്ടോ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ കൊന്തയൊക്കെ ചെല്ലിയാണ് ആ നേരത്ത് വേലും നടക്കുക, ശ്വാസം വലിക്കാൻ പറ്റണില്ലെങ്കിലും. അതുപോലെ ഞാൻ മോളോട് പറയും, മക്കളെന്നോട് പറയുമായിരുന്നു എൻ്റെ ശ്വാസം മുട്ടിൻ്റെ ശക്തി. അമ്മ ഫസ്റ്റ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ശ്വാസം മുട്ടിൻ്റെ സൗണ്ട് എനിക്ക് അടുക്കളയിൽ കേൾക്കാലോ അമ്മയെന്ന് പറയും. അതുപോലെ വീട്ടിലെ പണികൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. കാരണം ഈ ശ്വാസം മുട്ടായിട്ട് ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അവരോട് ദേഷ്യപ്പെടാണെന്ന് തോന്നിയിട്ട് ആൾക്കാർ എന്നെ വഴക്ക് പറഞ്ഞു പോയാണ് അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ കുറച്ച് നാളുകൾ ഒരു ജൂൺ 6-ാം തീയതി ജൂൺ മാസം തുടങ്ങി എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ ചൂട് കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് കൂടും. ചൂട് കൂടുന്നതിനനുസരിച്ച് ശ്വാസം മുട്ട് കൂടുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വേനൽക്കാലത്തൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ആശുപത്രി പോകേണ്ട വന്നിട്ടില്ല, മരുന്ന് കഴിക്കേണ്ട വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത്രയും എൻ്റെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് ഉറങ്ങാം, വീട്ടിൽ ജോലികൾ ചെയ്യാം, കിടപ്പായ അമ്മച്ചീനെ നോക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും, ബെഡ് റിഡനായിട്ട് കിടക്കുന്ന അമ്മച്ചിയാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ആരോഗ്യം എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് പറ്റി. അതുപോലെ എൻ്റെ മോൾക്കും ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോളുടെ കാര്യങ്ങൾ മോള് തന്നെ പറയും. എൻ്റെ പേര് ആൽഫിയ. ഞാൻ 2025 ഒക്ടോബർ 2-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2025 ജൂലൈ ലാസ്റ്റ് വീക്ക് തുടങ്ങി എനിക്ക് ബോഡി ഫുള്ള് ഉച്ച മുതൽ ഉള്ളംകാല് വരെ എന്ന് പറയുന്ന പോലെ എനിക്ക് ചൊറിച്ചിൽ വരും. മേല് ഫുള്ളും പൂച്ചമാന്തി പോലെ തടിച്ച് പൊന്തും. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമായി വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടായിട്ട് അത് മാറി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ സാധാരണ നോർമൽ അലർജിയുടെ ഒരു മെഡിസിൻ തന്നു. അലർജിയുടെ മെഡിസിൻ കഴിക്കും, അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വന്ന് എടുത്ത് എനിക്ക് ഇവിടുന്ന് തൈലം, ഉടമ്പടി തൈലം കിട്ടി. ഞാനത് യൂസ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഉപ്പ്, തേൻ, ഇതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി യൂസ് ചെയ്തു. അതിൻ്റെ ഇതായിട്ട് എനിക്കിപ്പോൾ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ തടിച്ച് പൊന്തയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് ഒരു ദിവസം നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അരയ്ക്ക് താഴെ വേദന തുടങ്ങി. അത് രാത്രിയായപ്പോൾ ഫുൾ നീരായി. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി വന്നു, എൻ്റെ മെയിൻ കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റണില്ല, ഫുൾ നീരായിട്ട്. അങ്ങനെ ഞാൻ വേറെ മെഡിസിനും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ
മാക്സിമം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയാണ്ട് എനിക്ക് ഉടമ്പടിയുടെ തൈലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി, എനിക്ക് പെയിൻ കൂടുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അന്ന് ഫുള്ളും ബെഡിൽ തന്നെയായിരുന്നു. ഞാൻ കൊന്തെത്തിക്കും, പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടു. അങ്ങനെ അന്ന് നൈറ്റും എനിക്കിതുപോലെ തന്നെ ബോഡി ഫുള്ളും നീര് തന്നെയാണ്. അപ്പം ഞാൻ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എൻ്റെ മാതാവ്, ഞാൻ എങ്ങനെ നാളെ പള്ളി പോവും, ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളി പോകാനായിട്ട് എഴുന്നേറ്റു. എനിക്ക് എൻ്റെ ബോഡിയിൽ നീരില്ല, പെയിനില്ല, ഒന്നുമില്ല. എൻ്റെ മാതാവ് എനിക്കത് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് മമ്മിയുടെ ഒപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. അപ്പോൾ ഞാൻ 2020 ആണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വന്ന് മാർച്ച് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോനോട്, എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി വന്നിട്ടുണ്ടായിരുന്നു, ബിസിനസ് ലോ. അപ്പോൾ അത് ഞാൻ എല്ലാ പ്രാവശ്യവും പഠിച്ച് എഴുതാറുണ്ട്. 2021 അതിൻ്റെ എക്സാം ഓർമ്മയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ വേറൊരു കോഴ്സ് ചെയ്യേണ്ടായിരുന്നു. ആ ടൈമിൽ എക്സാം വന്നു. അപ്പം ഞാൻ ഒരു 3 പ്രാവശ്യം എക്സാമിന് പഠിച്ചാണ് എക്സാം എഴുതിയത്. ഈ 3 പ്രാവശ്യം എനിക്ക് സപ്ലി അടിച്ചു. അത് കഴിഞ്ഞ് 4ാമത്തെ തവണ നമുക്ക് ലാസ്റ്റ് കോളേജിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് എക്സാം പാസ്സായില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റത്തെ എക്സാമാണ്, ഞാനിത് എഴുതില്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതത്തില്ല, ഡിഗ്രി പോയി എന്ന് തന്നെ വിചാരിച്ചോട്ടെ, ഞാൻ എഴുതത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു. അമ്മ അന്ന് ഉടമ്പടിയിലായിരുന്നു. അമ്മ എനിക്ക് ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കളൊക്കെ തന്നാണ് എന്നെ എക്സാമിന് വിട്ടത്. ആ എക്സാമിന് ഞാൻ ജസ്റ്റ് ബുക്ക് കാര്യങ്ങളും വായിച്ചു വിട്ടു, അല്ലാണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പോവാണെങ്കിൽ പോവട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോയായിരുന്നു എനിക്ക്. കാര്യം നമ്മൾ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ ഞാൻ ആ ദിവസങ്ങൾ വായിച്ചതിന് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത്. അതെനിക്ക് കൃത്യമായിട്ട് മാതാവ് വെളിപ്പെടുത്തി തന്നു, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞ്. ഞാൻ എക്സാം എഴുതി, റിസൾട്ട് വന്ന ദിവസമായി. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാൻ പാസ്സാവുമെന്ന്. റിസൾട്ട് എല്ലാവരും റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോക്കാനാ ചാൻസ്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റിസൾട്ട് നോക്കി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് പാസ്സായി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിച്ചതിൽ ഒന്നും പഠിക്കാണ്ട് എഴുതിയ ഒരു എക്സാമാണ്. എൻ്റെ മെറിറ്റായിട്ട് ഒന്നുമില്ല, ഫുൾ കൃപയാണ് അതിൽ വന്നേക്കുന്നത്, ഫുൾ ഗ്രേസാണ് വന്നേക്കുന്നത് ആ എക്സാമിൽ. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവ് ലൈസൻസ് എടുക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഓടിക്കും. പക്ഷേ ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് കാറിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല വഴുക്ക് കിട്ടു. എൻ്റെ കമ്പി ഞാൻ താഴെ ഇട്ടായിരുന്നു ലൈസൻസിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞ് 3ാമത്തെ ലാസ്റ്റ് തവണയാണ്. അപ്പോൾ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ അകത്തേക്ക് പ്രാർത്ഥിച്ച് കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും തേള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ എത്രയും തേള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി എച്ചെടുത്തു. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് ടെസ്റ്റും എനിക്ക് യു-ടേൺ എടുക്കാൻ നല്ല പേടിയായിരുന്നു. യു-ടേൺ എടുക്കുന്ന സമയത്ത് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഓഫീസർ എനിക്ക് യു-ടേൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു തന്നു. ശരിക്കും അവിടെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഇരുന്നാണ് എനിക്ക് ലൈസൻസ് തന്നത്. എനിക്കതിൽ നല്ല ബോധ്യമുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇവിടെ എല്ലാ ദിവസത്തെ ഡെയിലി ബ്രെഡ് ഞാൻ കണ്ട് സ്റ്റാറ്റസ് ഇടും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചത്തെ ആരാധന ഞാൻ ലൈവായിട്ടാണ് കൂടാറ്. അപ്പോൾ ലൈവായിട്ട് കൂടി ഞാനത് ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനിങ്ങനെ ഉടമ്പടി എടുക്കണതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ഈ മെയ് മാസം
ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആരും ഇല്ലാത്ത ഒരാൾക്കാരെ നോക്കുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ അവർ കുളിപ്പിക്കും, പിന്നെ അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ അരിഞ്ഞു കൊടുക്കും, പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരുമോ, ഫുഡിന് വാങ്ങാൻ കാശ് തരുമോ, എങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ എല്ലാം ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് മാറ്റം വന്നേക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും, പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ച കുറേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പോൾ ഒരാളുടെ ബുദ്ധിമുട്ട് കേട്ടപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും വഴി കേട്ടാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മന്ദിരത്തിൽ ഞാനും പോകും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോവുക. അവിടെ ചെന്ന് അമ്മമാരെ കുളിപ്പിച്ച് കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവിടെ ഭക്ഷണത്തിനൊക്കെ ചിലപ്പോഴൊക്കെ പലരും കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ നടക്കുക. അപ്പോൾ ചില സമയത്ത് അവർക്കൊന്നും ഉണ്ടാവാത്ത സമയമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതുപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബ്ലഡ് നന്നായിട്ട് പോണ്, കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ സിസ്റ്റർ ഒരു കപ്പങ്ങ കിട്ടിയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ആ കുട്ടിയുടെ കൗണ്ട് കൂടാൻ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ തണ്ണിമത്തങ്ങ കൊണ്ടുപോകാമെന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട, കപ്പങ്ങ കൊടുക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങ എടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് കപ്പങ്ങ നല്ല ഇഷ്ടമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങയായിട്ടാണ് അന്ന് ചെല്ലണത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇപ്പോൾ വിചാരിച്ചുള്ള ഒരു കപ്പങ്ങ വാങ്ങിച്ചെങ്കിൽ സന്തോഷയ്ക്ക് കൊടുക്കുമായിരുന്നു, ആ കുഞ്ഞിനെ അത് കൗണ്ടൊക്കെ കൂടാൻ നല്ലതായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ ആവശ്യമുള്ളതാണ് തരിക സിസ്റ്ററെ, അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടമല്ലല്ലോ, ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് ഇത് തരാൻ തോന്നിച്ചെങ്കിൽ അത് ഇവിടുത്തെ ആവശ്യം ഈശോയ്ക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് മാറ്റി തരാൻ തോന്നിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ റേഷൻ കടയിലായാലും കുറേ പേർക്ക് BPL ലിസ്റ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവർക്ക് അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്താൽ അതായി കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലർക്ക് അതിൽ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാർ, സർക്കാർ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അത് കിടക്കണ്ടാവും, പക്ഷേ അവർ മരിച്ചു പോയിട്ടുണ്ടാകും, അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അവരുടെ ലിസ്റ്റ് ഭയങ്കര താഴെയായിരിക്കും. പക്ഷേ അവർക്കത് മാറ്റി എങ്ങനെ അത് ലിസ്റ്റിലേക്ക് പെടാം എന്നറിയാൻ പാടില്ലാത്തവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും അവനുള്ള ലിസ്റ്റിലേക്ക് പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാവാമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് പലരും ഇപ്പം ഞങ്ങൾ ഇത് ഏറ്റെടുത്തതിന് ശേഷം തന്നെ കുറേ പേർക്ക് ഇപ്പോൾ BPLൻ്റെ കാർഡ് കിട്ടാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ പത്രം കൊടുക്കണത് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലത്തൊന്നല്ല കൊടുക്കുക, ഞാൻ കുറച്ച് പത്രം കൊണ്ടുപോയി കടയിൽ വെക്കും. ഞാൻ പത്രം എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ ഈശോനോട് പറയും അമ്മേ ഞാനിത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിക്കേണ്ട അവർക്ക് മാത്രം കൊടുപ്പിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് വന്നവർക്കൊക്കെ കൊടുക്കാൻ എന്നോട് തോന്നിപ്പിക്കരുത് കേട്ടോ എന്ന് പറയും. അതനുസരിച്ച് അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നവർക്ക് ഞാൻ പറയും ഒരു പത്രം കൊണ്ടുപോയി വായിച്ച് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പത്രം കൊടുക്കും. ബാക്കി വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പത്രവിതരണം നടക്കുന്നത്. അത് ഈശോയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതൊരു നല്ല അനുഭവമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക്, തൊട്ടടുത്തുള്ള കടക്കാർക്ക്, അവർക്കൊക്കെയാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യമായാലും ഞാൻ മുൻപായാലും എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ എനിക്കൊരു ദിവസം എവിടെയെങ്കിലും യാത്ര പോകണം, അന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അന്ന് മുടക്കണ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് തോന്നിയാൽ ഞാൻ അന്ന് മറ്റേതിടവകയില എനിക്ക് ആ നേരത്ത് കുർബാന കിട്ടുക എന്ന് ഞാൻ കണ്ടുപിടിച്ച് അവിടെ പോയി കുർബാന കണ്ടിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ആ പോയി വരുമ്പോൾ എവിടെ എനിക്ക് കുർബാന മുടങ്ങാതെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞാൻ കുർബാനയിൽ പങ്കെടുക്കണ ഒരു രീതിയായിട്ട് മാറ്റാൻ എനിക്ക് പറ്റി. അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും ഞാനത് നന്നായിട്ട് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആയപ്പോൾ എനിക്ക് അവരെങ്ങനെ പറഞ്ഞാലും അത്ര ദേഷ്യം വരാണ്ട് തന്നെ കുറേ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഉപദ്രവിക്കാനോട് ഒരു ഉപാധിയില്ലാണ്ട് തന്നെ ക്ഷമിക്കാനും എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വളരാനായിട്ട് ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകം അനുഗ്രഹം കൊണ്ടും അവർ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പറ്റിയ ഒരു കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഈശോയും അമ്മയും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഞങ്ങൾ ഈശോയിൽ നിന്ന് ഒട്ടും അകന്നു പോകാതെ തന്നെ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 8 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി
രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. റോസിലി എന്ന അമ്മയും മകൾ ആൽഫിയും കൂടി ഇവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ അൾത്താരയിൽ ഏറ്റുപറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്തു പോയ ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ചെയ്ത വലിയ അത്ഭുതങ്ങൾക്ക് ഇന്ന് അവർ നന്ദി പറയാനാണ് അൾത്താരയിൽ കയറി വന്നിരിക്കുന്നത്. 8 വർഷക്കാലം അവർക്ക് അവരുടെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കാതെ വന്ന അവസ്ഥയിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ജീവിത പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് വളരെ ചുരുക്ക സമയം കൊണ്ട് 2 മാസം കാലഘട്ടം കൊണ്ട് തന്നെ അവർക്ക് ആ ഉടമ്പടി ചെയ്യുവാനും അവരുടെ കുടുംബത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും സാധിച്ചതിൽ അവർ ഈശോയോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 15 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ വീട് പണി എന്നൊരു വലിയ ആഗ്രഹം, വീട് എന്ന നല്ലൊരു വീട് എന്ന ആഗ്രഹം അവർ ഈശോ ആഗ്രഹിച്ച സ്ഥിതിയിൽ ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു ഈശോയ്ക്ക് വേണ്ടി ഒരു നല്ല അൾത്താര പണിതുകൊണ്ട് ആര് കയറി വന്നാലും ഈശോ ആണ് അവരുടെ അട്രാക്ഷൻ, ഈശോ ആണ് അവരുടെ എന്ന് മനസ്സിലാകത്തക്ക വിധം അത്രയ്ക്കും കോൺസെൻട്രേഷനോടുകൂടി പണി ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ കൃപ അവർക്ക് ലഭിച്ചതായി അവർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീട് ഒരു സ്വപ്നമാണ്, അതിൻ്റെ പണി പൂർത്തിയാകുക, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുക എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഇവർക്ക്. അമ്മ തന്നെ പറയുകയുണ്ടായി, ഓരോ ദിവസവും ഞങ്ങൾ ആ തറയുടെ ഓരോ മുറിയിലും ചെന്ന് ആ ഓരോ സെക്ഷനിലും ചെന്ന് അവർ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയ്ക്കൊരു വീടൊരുക്കിയതാണെന്ന് അമ്മയോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ഓരോ കാര്യത്തിലും ഈശോയോടും പരിശുദ്ധ അമ്മയോടും തീരുമാനം ചോദിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നല്ല വ്യക്തികൾ ഒരുപാട് നമ്മുടെ കൂട്ടുകാരായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ തോന്നിയായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലും വചനത്തിലൂടെ എപ്പോഴും ഈശോ തന്നെ നേരിട്ട് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ടാണ് ഇന്ന് റോസിലി എന്ന അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾക്കും വലിയ സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. അമ്മയുടെ 5 വർഷമായിട്ടുണ്ടായിരുന്ന റേഷൻ കടയിലെ പൊടിയുടെ അലർജി ഈശോ പെട്ടെന്ന് സൗഖ്യപ്പെടുത്തിയതായും സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ അൽഫിയയ്ക്ക് കിട്ടിയ വലിയ ജീവിതാനുഭവം എന്നതിനേക്കാളുപരി ഈശോയിലേക്ക് അടുക്കുവാനും സ്നേഹിക്കുവാനും തൻ്റെ ഒരു പരീക്ഷ പാസ്സായതോ അല്ലെങ്കിൽ ഒരു സപ്ലി പാസ്സായതോ അല്ല ഒരു വലിയ സാക്ഷ്യം. ഈശോയെ എന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്, ഈശോയെ ഏറ്റുപറയാൻ സാധിക്കുന്നതാണ് അൽഫിയയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയ കൃപ എന്ന് അൽഫിയ ഏറ്റു പറയുകയാണ്. തൻ്റെ ഡിഗ്രി ബിസിനസ് ലോ ക്ലാസ്സിൽ സപ്ലിമെൻ്ററി വന്നപ്പോൾ ഇനി ഞാനിത് എഴുതുന്നില്ല, അല്ലെങ്കിൽ എനിക്കിതിനെ കൊണ്ട് സാധിക്കുകയില്ല. അമ്മ തന്നെ എഴുതിയ പരീക്ഷയാണ്, അമ്മ തന്നെ എഴുതിയ പരീക്ഷ പാസ്സായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ മകൾക്ക് കൃത്യമായി ഏറ്റുപറയാൻ സാധിക്കുന്നത് ഇത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, പരിശുദ്ധ അമ്മ മധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയുടെ കൃപയിലാണ് ഇന്ന് ഞാൻ പാസ്സായിട്ടുള്ളത് എന്ന് വളരെ അഭിമാനത്തോടെ ഇന്ന് മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ മകളുടെ വളരെ നാളായിട്ടുണ്ടായിരുന്ന അലർജി വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ സൗഖ്യപ്പെട്ടതും ഡ്രൈവിംഗ് ലൈസൻസ് തൻ്റെ ഒരു യോഗ്യതയുമല്ല, വളരെ ഭയപ്പെട്ട് വളരെ നെർവസായി ആ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ തന്നെ ഡ്രൈവ് ചെയ്ത് അവർക്ക് അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടി മകൾ ഏറ്റുപറയുകയാണ്. മകൾ വളരെ ഒരു പ്രത്യേക പ്രാർത്ഥന ആ സമയത്ത് അമ്മ തന്നെ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് മകൾ ഏറ്റുപറഞ്ഞ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. നിൻ്റെ സഹായം ഉപേക്ഷിച്ചവരിൽ യാതൊരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ആ സമയത്ത് ചൊല്ലാനായി പരിശുദ്ധ അമ്മ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മകൾ ഏറ്റു പറയുന്നു. അങ്ങനെ ലോകത്തിൽ ആരെയും ഉപേക്ഷിക്കാത്ത ഒരു അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈശോയുടെ അടുത്ത് പോകാനുള്ള ഏക മാർഗം നമുക്ക് ഈശോ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നത്. ആരൊക്കെയാണോ അമ്മയെ ആശ്രയിക്കുന്നത്, അമ്മ അവിടെ സ്റ്റക്കായി നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഈശോയുടെ തിരുരക്തവും തിരുശരീരവും സ്വീകരിച്ച് നിത്യതയോളം അവിടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, സ്വർഗത്തിലായിരിക്കുവാനുള്ള വലിയ സാധ്യത ഇന്ന് ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുകയാണ്. റോസിലിക്കും മകൾ ആൽഫിയയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തിനെയും ഉയർത്തതിനെയും ഓർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ശില്പ.
ഇതെൻ്റെ അമ്മയാണ് വിൻസി. ഞങ്ങൾ തൃശ്ശൂർ ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ചിലെ അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ്യിലാണ്. അന്ന് ഉടമ്പടി എടുക്കാൻ കാരണം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നിയോഗമില്ല. അമ്മ 2019 ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അത് കണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്, പ്രാർത്ഥന കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ BCom ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. സോ ഒരു 3 പ്രാവശ്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് ഉടമ്പടി പുതുക്കി. അതിനുശേഷം പിന്നെ BCom കഴിഞ്ഞു, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്കൊരു ജോലിയും കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു 1 ഇയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു ഇൻഫോ പാർക്കിൽ തന്നെ. ബട്ട് ദെൻ അത് കഴിഞ്ഞ് എനിക്ക് പണ്ടോട്ട് ക്യാബിൻ ക്രൂ ജോബിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. സോ പെട്ടെന്ന് എനിക്കൊരു റിക്രൂട്ട്മെൻറ്റ് കാണാണ് ഞാൻ ഓൺലൈൻ വഴി. അപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു. ഞാൻ അപ്പോഴും വർക്കിംഗ് ആണ് ഇവിടെ അക്കൗണ്ടൻ്റായിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ഏവിയേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പം ഞാൻ ഈ ജോലിയുടെ ഇടയിൽ യൂട്യൂബും അതും ഇതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തു. വീട്ടിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂ. ഞാനപ്പോൾ മാതാവിൻ്റെ വിശുദ്ധ തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത് കൊടുത്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് സെലക്റ്റഡ് ആയിരുന്നൊരു മെയിൽ വരുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടൊരു ഇൻ പേഴ്സൺ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി. അപ്പം ഒരു 4-5 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ കുറേ പ്രസൻസ് എനിക്ക് കുറേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില റൗണ്ടൊന്നും ഉള്ള കാര്യം തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈനിൻ്റെ ഭയങ്കര കോൺഫിഡൻഷ്യലായ കാരണം തന്നെ യൂട്യൂബിൽ നോക്കിയാലും അവരുടെ റൗണ്ട്സ് എന്തൊക്കെയുണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ചില റൗണ്ട്സ് ഞാൻ അറിയണേ. അപ്പം മാതാവിലുള്ള വിശ്വാസം കൊണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ഓരോ റൗണ്ടിനും കയറുന്നത്. അപ്പം അങ്ങനെ ഒരു റൗണ്ടിനും കയറി മാതാവിൻ്റെയും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് പാസ്സാവാണ്. അത് കഴിഞ്ഞ് ഡൽഹിത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫ് ലെറ്റർ വന്ന് ഞാൻ സിംഗപ്പൂരാണ് എനിക്ക് വർക്ക് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിസൈൻ ചെയ്ത് ഞാൻ സിംഗപ്പൂർ പോയി എനിക്ക് ട്രെയിനിങ് തുടങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിനെയും എൻ്റെ കൂടെ ബാക്കിയുള്ള ക്രൂവിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അതും അതാണ്ട് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു എബ്രോഡ് പോണത്, അതും തീരെയും പ്ലാൻ ചെയ്യാണ്ട്. അപ്പം കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ ഒരു വീട് കണ്ടുപിടിക്കും, ഒന്നും അറിയില്ല. പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിനെ കാണാനും ഈവൻ അവർ തന്നെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നത്. അപ്പം അതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ്. അങ്ങനെ ട്രെയിനിങ് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചതിനാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു എയർലൈൻ്റെ ട്രെയിനിങ്. ഞാൻ 3 മാസമാണ് ട്രെയിനിങ് വരുന്നത്. ഈ 3 മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എക്സാംസും 2-3 പ്രസൻറ്റേഷനൊക്കെയാണ് ഒരു ദിവസം വരുന്നത്. അപ്പം കാലത്ത് 5:30 കഴിഞ്ഞിട്ട് പിന്നെ 7 മണിക്ക് വീട്ടിലെത്തണേ. അപ്പം എല്ലാം കൂടെ എനിക്ക് തീരും പറ്റുന്നുണ്ടായില്ല. ആദ്യത്തെ കുറച്ച് എക്സാംസൊക്കെ പ്രാർത്ഥിച്ചും ഞാൻ പാസ്സായി. പക്ഷേ 2-3 എക്സാംസ് കഴിഞ്ഞപ്പം ഞാൻ ഫെയിലാവെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ചാൻസ് കൂടെ തരും. ആ ഒരു ചാൻസ് കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ റീബാച്ച് ചെയ്യും. ലൈക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്നേ പുറത്താക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് അടുത്ത ബാച്ച് കിട്ടാമെന്നൊന്നും അവർ പറയില്ല. അങ്ങനെ ഞാൻ ഒരു എക്സാമിൽ ഫെയിലായി. വീണ്ടും റീസീറ്റ് കൊടുത്തെങ്കിലും അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ റീബാച്ച് ആവാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 68 ബാച്ച് നമ്പർ. അവിടെ ക്ലാസ് റൂമിനെ ബാച്ച് വൈസാണ് പറയാം. സോ ബാച്ച് 68 ഞാൻ ഔട്ടായിട്ട് പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്ക് അടുത്ത ബാച്ച് എപ്പോഴാണ് കിട്ടുക ഒന്നും അറിയില്ല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവും, ഒന്നും ചെയ്യാനില്ല. റീബാച്ച് ആയുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെയുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കും, പോവും. രാത്രി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ എത്തും. അടുത്ത ദിവസം സെയിം. ഇതെന്നെ ഒരു 2 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ഒരു മെറിറ്റിലോ ഞാൻ പഠിച്ചുകൊണ്ടോ ഒന്നും നടക്കില്ല. എനിക്കപ്പോൾ ഒരു ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാനാണ് ഞാൻ എനിക്കപ്പം അച്ഛനെ കണ്ട് ഇവിടെ വന്നൊക്കെ ഉടമ്പടി എടുക്കണം നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണ സിംഗപ്പൂർ അച്ഛൻ വരുന്നുണ്ട്. വാർഷിക ധ്യാനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് വന്നിരുന്നത്. അപ്പം ഫെബ്രുവരി 16 അച്ഛൻ വന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി. അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന കിട്ടി. വിശുദ്ധ തൈലം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയിരുന്നെങ്കിലും അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. റിട്ടേൺ ചെയ്യേണ്ടി വന്നു.
അപ്പം സിംഗപ്പൂർ അച്ഛൻ വന്ന കാരണം എനിക്ക് അവിടെ നിന്ന് തയ്യലും മെഴുതിരൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ഫെബ്രുവരി 13 എനിക്ക് പുതിയ ബാച്ച് കിട്ടുക, ബാച്ച് നമ്പർ 7. അപ്പം ബാച്ച് 7 എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സന്തോഷം വന്നു. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7. അപ്പം ഞാൻ ഓരോന്ന് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ബാച്ച് 7 കിട്ടിയപ്പം ഞാൻ പ്രാർത്ഥിച്ച് 5:30 എല്ലാ ദിവസം ഇനിറ്റ് കൊന്തെത്തിച്ചിട്ടാണ് ഞാൻ പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകണേ. അതുപോലെ സിംഗപ്പൂരിൽ ഒരു 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂർ നേരത്തെയാണ് സിംഗപ്പൂർ ഇന്ത്യ വെച്ചിട്ട്. അപ്പം അമ്മ എൻ്റെ സമയം നോക്കിയിട്ട് നാട്ടിൽ നിന്ന് വിളിക്കും. അമ്മയുടെ ഒരു 4:30, ഇവിടുത്തെ 4:30 ആകുമ്പോൾ എനിക്കപ്പോൾ അവിടെ 7 മണിയാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും അമ്മ വിളിക്കും, ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ബാച്ചിനോട് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും പാസ്സായി തുടങ്ങി. ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാം ഉണ്ട്. അതാണ് ഈ ഒരു 3 മാസത്തെ ഏറ്റവും എല്ലാം കൂടെ സമപ്പ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ് ഫൈനൽ എക്സാം. ആ എക്സാം ആയപ്പോൾ പഠിച്ചിട്ടാണ് പോയേ, കുറേ പ്രാർത്ഥിച്ചിട്ടാണ് പോയേ. പക്ഷേ എന്തോ ടെൻഷനും മാതാവിലുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ടെൻഷൻ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടിലത്തെ പോലെയല്ല, എക്സാംസൊക്കെ അവിടെ ഭയങ്കര ഡിഫറെൻ്റ്. നമ്മുടെ പോലെ റിട്ടേൺ എക്സാംസ് അല്ല, അവിടെ സിനാരിയോ ബേസ്ഡ് എക്സാംസ് ആണ്. പിന്നെ ക്യാബിൻ ക്രൂ ആകുമ്പം നമ്മൾ കുറച്ച് ആക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ന്യൂ ആയിരുന്നു എനിക്ക്. അപ്പം ഈ ഒരു ഫൈനൽ എക്സാം വന്നപ്പോൾ ഞാൻ ആകെ പെട്ടു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടർ വളരെ നല്ലതായിരുന്നു. ഈവൻ ദോ ഞാൻ അവിടെ ഇവിടെയും ചെറിയ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളെനിക്കത് തിരുത്തി അന്ന് എന്നെ ആ ഒരു ഫൈനൽ എക്സാമിൽ പാസ്സാക്കി. അതെനിക്ക് ഞാൻ എന്തോരം കഴിഞ്ഞാലും ഞാൻ അത് എപ്പോഴും ഓർത്തിരിക്കും. കാരണം ഒരു 3 മാസം ട്രെയിനിങ്ങിന് പോയ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പാസ്സാവണേ. അപ്പം അതും പാസ്സായത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കണോ മാതാവും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം. ഈവൻ ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് സിംഗപ്പൂർ പോകുമ്പം ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പം എൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ എത്താൻ ലേറ്റായി. ഗേറ്റ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു ഒന്ന് കയറ്റാൻ, കാരണം എനിക്ക് വേറെ ടൈമില്ല, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ക്യാൻസലായി പോകും. പക്ഷേ സ്റ്റാഫ് അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ അറിയാണ് 1/2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അന്ന് ആ ഒരു ഫ്ലൈറ്റ് കിട്ടി എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റി. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് മാതാവിൻ്റെ ഈശോൻ്റെയും വലിയൊരു അനുഗ്രഹം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കണ കുറേ വചനങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. ഈ ഒരു വചനം ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും ഞാൻ കുറേ വട്ടം ചൊല്ലും. കാരണം ഒരു പ്രത്യേക ശക്തി എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഉടമ്പടി ജീവിതം കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈവൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സിംഗപ്പൂർ വന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിക്കണേ. കാരണം ആദ്യമായിട്ടാണ് അവിടെ ഇത്രയും വർഷത്തിലുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വിളിച്ചതും അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക ഈ നടന്നതൊന്നും എൻ്റെ മെറിറ്റിലല്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ മാക്സിമം. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പം മാതാവ് ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ടും ഗ്രേസിലും മാത്രം കിട്ടിയ ഒരു ജോലിയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു അക്കൗണ്ടൻറ്റിൽ നിന്ന് ഒരു ക്യാബിൻ ക്രൂയിലോട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഈസി ആയിരുന്നില്ല. പക്ഷേ മാതാവ് ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് സാധിച്ചു. മാതാവിനും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ 100,000 നന്ദി പറയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിന് പോകുമ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണെങ്കിലും ട്രെയിനിങ്ങിന് മുന്നാണെങ്കിലും അമ്മ വിളിക്കും, വീഡിയോ കോൾ ചെയ്തിട്ട് സായന പ്രാർത്ഥനയ്ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ കാലത്ത് പ്രയറിനാണെങ്കിലും അമ്മ വീഡിയോ കോൾ ചെയ്യും. അത് ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് 2.5 മണിക്കൂർ നേരത്തെ അവിടെ. എന്നാലും അമ്മ എനിക്ക് എന്നെയാണെങ്കിലും, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആളും പുറത്താണ്, അപ്പോൾ ആളെയാണെങ്കിലും വിളിച്ച് തൈലൊക്കെ പൂശി അന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെ വിടണേ. അപ്പോൾ അമ്മയുടെ ഒരു പ്രാർത്ഥനയും എല്ലാം കൂടെയാണ് എനിക്കൊരു ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിൻസി സെബു. ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അമ്മ 2ാമതാണ് അനുഗ്രഹിക്കണേ. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനൊരു സാക്ഷ്യം പറഞ്ഞതായിരുന്നു. അത് രോഗസൗഖ്യമായിരുന്നു. ഇന്ന് വീണ്ടും എൻ്റെ മക്കൾ അന്ന് കൂടെ ഇല്ലാത്ത കാരണമാണ് എനിക്ക് ഇന്ന് മോളുടെ കൂടെ ഇവിടെ വീണ്ടും കയറാൻ പറ്റിയത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ സർവശക്തനായ ദൈവം തിരുകുമാരൻ
കന്യാകുമാരൻ വഴി എനിക്ക് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോള് ഡിഗ്രി സഹൃദയ കോളേജിൽ പഠിച്ചിരുന്ന ആ സമയത്ത് മോൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിരുന്നു. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയെങ്കിലും മോൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ വരാൻ വൈകി. അതായത് മാർച്ചിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഓഗസ്റ്റായിട്ട് മോൾക്ക് വിളിക്കുന്നില്ല അവർ. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ മെയിൽ അയക്കുമെങ്കിലും മോൾക്ക് കുറേശ്ശെ വിഷമമായി തുടങ്ങി. കാരണം മോളുടെ ഫ്രണ്ട്സൊക്കെ കമ്പനികളിൽ കയറി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത ചർച്ചിൽ ഞാനും മോളും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ കൂടെ മമ്മിയും കൂടെ വന്നു. അപ്പോൾ മമ്മി കൂടെ വന്നപ്പോൾ ആൾ കുറച്ച് ഏജ്ഡാണ്. അപ്പോൾ എനിക്ക് മോളുടെ കൂടെ ഇരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, നീ എളിമപ്പെടണം, കാരണം നിൻ്റെ സാന്നിധ്യം നിൻ്റെ മമ്മിക്കാണ് ആവശ്യം, മോള് കൂടെയല്ല, നീ മമ്മിയുടെ കൂടെ ഇരുന്ന് കുർബാന കാണണം, മമ്മി ഏജ്ഡാണ്, നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അന്ന് എൻ്റെ കയ്യിൽ 2 കെട്ട് കൃപാസന പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പത്രം അന്നത്തെ ദിവസം അവിടെ വന്നിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ കുർബാനയ്ക്ക് ആളുകൾ വന്നിരുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ആ 2 കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തിട്ട് വീട്ടിലെത്തി ഒരു 6:30-7 മണിയായപ്പോൾ മോള് പറയാണ്, അമ്മ എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ്റെ ഫൈനൽ കോൾ വന്നു, ഓഫർ ലെറ്റർ വന്നു, EXL എന്ന് പറയുന്ന കമ്പനിയിൽ, കാക്കനാട് മൾട്ടിനാഷണൽ കമ്പനിയാണ്, അതിലെൻ്റെ മോൾക്ക് ജോലി കിട്ടി. നമ്മൾ എളിമപ്പെടേണ്ട സ്ഥലത്ത് നമ്മൾ എളിമപ്പെട്ടേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കഴിവാലൊന്നുമല്ല നമുക്കൊരു സംഭവം നേടിക്കിട്ടണത്. ഈശോയുടെ കൃപ ഉണ്ടെങ്കിൽ, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃപാസന പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ സ്ഥലത്തും കൃപാസന പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഹോണിംഗ് ബെല്ലടിക്കുമ്പോൾ ചിലർ നമ്മളെ എത്തിച്ചു നോക്കും, പക്ഷെ അവർ പത്രം മേടിക്കാൻ വരില്ല. പക്ഷെ ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മോട് പറയും, അമ്മേ ഈ പത്രം ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ നീ ഈ വീട്ടിൽ വന്നു എന്നാണ് അർത്ഥം, ഈ വീട്ടുകാരുടെ എന്താവശ്യം ഉണ്ടെങ്കിലും നീ സാധിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ വീടുകളിൽ നിന്ന് മടങ്ങി പോവുക. അതുപോലെ മോൾക്ക് EXL ജോലി കിട്ടി. ആ സമയത്താണ് മോൾക്ക് കുഞ്ഞിതിലുള്ള ആഗ്രഹമായിരുന്നു ക്യാബിൻ ക്രൂ ആവണമെന്ന്. മോള് ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ മോള് പറഞ്ഞ പോലെ അതിനൊക്കെ തയ്യാറെടുത്തു. പക്ഷേ നമുക്ക് ഫൈനലായിട്ട് ഒരു ഡോക്ടറുടെ ലെറ്റർ വേണമായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാനും മോളും നടക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, മാതാവ് നിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ മഴവില്ലിൻ്റെ രൂപത്തിൽ നമുക്ക് തൊടാൻ പറ്റും, അത്രയും രൂപത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയിച്ചു. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുള്ളതാണല്ലോ, നീ പേടിക്കേണ്ട. മോൾക്ക് അവിടുത്തെ പെർമിഷൻ ലെറ്റർ കിട്ടി. അതുപോലെ തന്നെ മോൾക്ക് ഈ മറ്റേ EXL ജോലി കിട്ടിയത്, അതിൻ്റെ ഓഫർ ലെറ്റർ വരണത് അതൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ മോള് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളമ്മമാർ പറയുമല്ലോ നല്ല ഹോസ്റ്റൽ എടുക്കണം, അവിടെ താമസിക്കണം. അപ്പോൾ മോള് പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടണ സാലറി എത്രയോ അതിനനുസരിച്ചുള്ള ഹോസ്റ്റലെ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മോട് പറഞ്ഞു, അമ്മേ മോള് തിരഞ്ഞെടുക്കണം, കാരണം നമുക്കറിയാം കാക്കനാട് എറണാകുളമാണ്, പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വരുന്നതാണ്, റൂംമേറ്റ്സ് നല്ലതായിരിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത അതായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ നീ എൻ്റെ മോൾക്ക് ആ ഹോസ്റ്റലാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നീ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച ഹോസ്റ്റൽ നോക്കാൻ പോയി. അവിടെ നോക്കിയപ്പോൾ ഒരു വാർഡിൻ്റെ റൂം തുറക്കാൻ നോക്കി, അത് കിട്ടിയില്ല. നെക്സ്റ്റ് ഡോർ തുറന്നപ്പോൾ നമ്മുടെ അമ്മ മാതാവിൻ്റെ കൃപാസന പത്രം ആ റൂമിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മോൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോസ്റ്റൽ അത് തന്നെയാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ മാതാവ് ഏറ്റെടുത്ത് എന്താ പറയുക, ഉടമ്പടിയുടെ ആ ഒരു ബലം നമുക്ക് തരണ ശക്തി വളരെ വലുതാണ്. അതുപോലെ ഞങ്ങൾക്കൊരു മോള് പറഞ്ഞ പോലെ എൻ്റെ ഒരു മോള് പഞ്ചാബിലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മക്കളുടെ സമയം അനുസരിച്ച് കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എത്തിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ, സംഭവം എൻ്റെ മൊബൈലിലാണ്, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അവരുടെ നെറ്റിയാണ്. ആ നെറ്റിയുമ്പോൾ ഞാൻ വിശുദ്ധ തൈലം പൂശും. സങ്കീർത്തനങ്ങൾ 91 അധ്യായം ചൊല്ലി കേൾപ്പിക്കാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥന എത്തിച്ചിട്ടാണ് മക്കളെ ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക് ആയാലും പഠിക്കാനായിട്ട് വിടുന്നത്. അതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഒല്ലൂർ ഏഞ്ചൽസ് കൃപാസനം എന്ന് പറഞ്ഞിട്ട്. അതുവഴിക്ക് ഞങ്ങൾ അതിൽ ഞാൻ ചെയ്യുന്ന അത് ചെറുതായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതിൽ നമുക്ക് മാതാവിൻ്റെ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വെക്കുന്ന പൂക്കൾക്കോ അല്ലെങ്കിൽ മെഴുതിരിക്കോ മണം ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് മാതാവിൻ്റെ ഈശോയുടെയും പ്രസൻസ് അറിയാൻ പറ്റുന്നത് സുഗന്ധാഭിഷേകം വഴിക്കാണ്. പലരും ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ച് പല സൗഖ്യങ്ങളും കിട്ടി ഞങ്ങളുടെ
ഗ്രൂപ്പിലുള്ള പലരും ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ മോൾക്ക് സാലറി കിട്ടി തുടങ്ങി അപ്പോൾ തന്നെ ഈ എക്സലിൽ മോൾക്ക് വർക്ക് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ അവളുടെ സാലറി എടുത്ത ഒരു ഓഹരി എനിക്ക് തരും. ഞാനത് ഞങ്ങൾക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് എല്ലാ മാസവും ഞാനത് കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴിക്കായിട്ടും അല്ലാതെയും ഞങ്ങൾ പലർക്കും സാമ്പത്തികമായിട്ടും വസ്ത്രമായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയ്റ്റിനിങ് ആണ്. നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളത് ഏശില്ല. നമ്മൾ എന്തിനാ നമ്മൾ അവരോട് വഴക്കിടാൻ പോണേ, നമ്മൾ ഉടമ്പടിയിലാണ്. അതായത് ചില സമയത്ത് നമുക്ക് ദേഷ്യപ്പെട്ടാലും അത് നമുക്ക് എന്താ പറയുക, ഒരു ലൈറ്റ് വെയ്റ്റിനിങ് ഫീൽ ചെയ്യും. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ ശാസിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു ബലം. ഇപ്പം ഞാൻ സിൽവറിലാണ് ഇത്രയും വർഷം. അതുപോലെ മോൾ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഉടമ്പടി കട്ട് ചെയ്യേണ്ടി വന്നു. അന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഉടമ്പടിയിലായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് കിട്ടണ ഒരു ശക്തി എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ധൈര്യമാണ് എനിക്ക്. എൻ്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മയ്ക്ക് എന്നെ വിട്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അമ്മേനെ വിട്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇൻറ്റിമസി ആയിരുന്നു എനിക്ക് അമ്മയുടെ അടുത്ത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് വീട്ടിലത്തെ എല്ലാവർക്കും ഉടമ്പടി എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെല്ലാം എനിക്ക് സംഭവിച്ചത് നോട്ട് ബൈ ഞങ്ങളുടെ കഴിവാലല്ല, ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മാസത്തെ വഴി തേടി തന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ അച്ഛൻ്റെ ഇന്ന് വരെയുള്ള വചനങ്ങൾ, നമ്മൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന വചനങ്ങൾ അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യും, എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇടും. പിന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ വരുന്ന ഈശോയുടെ രൂപം, അമ്മ മാതാവിൻ്റെ രൂപം, അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും. ഈശോനെ അറിഞ്ഞവരെ ഞാൻ കൂടുതൽ അത് ആഴപ്പെടുത്തും. അറിയാത്തവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ എന്തായാലും പോകണം. പിന്നെ ആരെങ്കിലും എന്നെ ചീത്ത പറയുകയാണെങ്കിൽ തന്നെ അത് ഞാൻ സന്തോഷത്തോടെ കേൾക്കും. കാരണം ചെറുതായിട്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണുണ്ടല്ലോ. ഈശോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചെങ്കിൽ ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്താ, അത് സന്തോഷത്തോടെ കേൾക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും ദൈവമാതാവിനും സർവശക്തനായ ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ബൈബിൾ വായന ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. എൻ്റെ 6ാമത്തെ സമ്പൂർണ്ണ ബൈബിൾ വായനയിലാണ് ഞാനിപ്പോൾ. ജപമാല എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ഉണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആകണ്ട ജപമാല ഇവിടുന്ന് വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപം ജപമാലയും മാസത്തിലൊരിക്കൽ എല്ലാ ആദ്യത്തെ ബുധനാഴ്ച ഞങ്ങൾ ആകണ്ട ജപമാല ഓരോ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10-100 ചോറ് പൊതി ഞങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഞങ്ങൾ ആതുരാലയങ്ങളിൽ പോവും. അവരുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. പിന്നെ പേഴ്സണലായിട്ട് കുറേ പേര് എന്നെ വിളിക്കും, വിൻസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്കിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കൂടുതൽ പ്രാർത്ഥന തുടങ്ങും തോറും വീട്ടിൽ നിന്ന് കുറേശ്ശെ ചെറുതായിട്ട് ചീത്ത കേട്ട് തുടങ്ങി, നീ ഓവറാവണു, നിനക്ക് വട്ടുപിടിക്കും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി എന്ത് സഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ പ്രാപ്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. സങ്കീർത്തനം 118 25 വചനമാണ്. ഉടമ്പടിയിൽ നാം ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്, കൃപയിലാണ്. കുടുംബത്തെ രക്ഷിക്കണമെന്നും സൗഖ്യം നൽകണമെന്നും മക്കൾക്ക് നല്ല വഴി തുറന്നു കൊടുക്കണമെന്നും വിജയം നൽകണമെന്നും ജീവിതത്തിലെ വിജയവും സമാധാനവും സന്തോഷവും നൽകിയ ഒരു നല്ല ആത്മീയ ജീവിതം നൽകണമേ എന്നൊക്കെയാണ് നമ്മുടെ അപേക്ഷകൾ. ഒരുപക്ഷെ കണ്ണീരോടെ ആവാം. പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മിൽ പലരും ഇരിക്കുന്നത് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വിശ്വസ്തതയുടെ ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ അടഞ്ഞ വാതിൽ തുറക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ ആലയമാണ് കൃപാസന സന്നിധി. ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ് നാം ഈ സന്നിധിയിൽ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കുടുംബം ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഒരല്പം ലാഗായപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ അമ്മ പ്രായം ചെന്ന വാർദ്ധക്യത്തിലായി അമ്മയുടെ കൂടെ ഇരിക്കണോ മകളുടെ കൂടെ ഇരിക്കണമോ എന്നുള്ള ഒരു സെലക്ഷൻ. മകളുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹം. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മൾ കൃപാസന ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, അമ്മയുടെ ഇഷ്ടമാണ് നോക്കുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ ആ ഉൾപ്രേരണയാലാണ് അമ്മയുടെ കൂടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയുടെ കൂടെ പോയിരിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഒരു ഉൾപ്രേരണ കിട്ടുകയാണ് പത്രം കൊടുക്കാനും ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും പിന്നീടാണ് അത്രയും നല്ല ഡിലേ ആയിരുന്ന ഒരു ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞുള്ള സെലക്ഷനും ഈ മകൾക്ക് കിട്ടുന്നത്. അതും ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉൾപ്രേരണ നമ്മൾ അമ്മയോട് സംസാരിക്കുകയും അമ്മ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെയുണ്ട്. അവരുടെ നാട്ടിൽ ഒരു ഗ്രൂപ്പിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണ്, ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാവരും ഒന്നിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് വിതരണം ചെയ്ത് ഈശോയ്ക്കും അമ്മയും മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെയെല്ലാം ജീവിതത്തെ നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സഹനമല്ല. സഹനമുണ്ടെങ്കിൽ തന്നെയും അവിടെ ശക്തിയുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ഉറപ്പാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും നമുക്കും അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണം. ഏത് രീതിയിലും ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ കാരുണ്യം കൃപയും അനുഗ്രഹിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി നൽകിയ ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.